എൻ്റെ പേര് ലിൻസി. സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കിട്ടിയ ഈ അവസരം വളരെ സന്തോഷം തോന്നുന്നു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോളിയോ ബാധിച്ച കൈക്കാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ എനിക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾക്കറിയാമല്ലോ. മറ്റുള്ളവരിൽ നിന്ന് ഒതുങ്ങിക്കഴിയാനാണ് അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം അധികം കൂട്ടുകൂടാനോ ഓടിക്കളിക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് ഞാൻ നടന്നിരുന്നത്. കൂട്ടുകാർ കളിക്കാൻ പോകുന്നത് ഞാൻ നോക്കിയിരിക്കാറുണ്ട്. മുണ്ടത്തിക്കോടുള്ള CKC LP സ്കൂളിൽ 1 മുതൽ 4 വരെ പഠിച്ചത്. ആ കാലഘട്ടത്തിലെ വലിയ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. 5 മുതൽ 10 വരെ ആദ്യം ആര്യമ്പാടത്ത് സർവോദയ സ്കൂൾ പഠിച്ചു. അവിടുത്തെ കുറച്ച് നല്ല ഓർമ്മകളുണ്ട്. ബസ്സിലാണ് യാത്ര. മറ്റുള്ള കുട്ടികളെ പോലെ അത്ര വേഗമൊന്നും ബസ്സിൽ ഓടിക്കയറാൻ സാധിക്കില്ല. വീഴുമോ എന്നൊക്കെയുള്ള ഭയമാണ്. ബസ്സിൽ കയറിയിരുന്നത് കൂട്ടുകാരുടെയും ബസ്സിലെ മറ്റുള്ളവരുടെയും സഹായം കൊണ്ടാണ്. 5 തൊട്ട് 10 വരെ എനിക്ക് വിജിത, സിജി, സുഹറ, സോണിയ അങ്ങനെ കുറച്ച് നല്ല കൂട്ടുകാർ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറ്റും പാത്രം തുറന്നു കറികൾ പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുന്ന ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സ്കൂൾ മുറ്റത്തെ മദ്രാശിത്തപ്പഴം ഇന്നും ഓർമ്മയിലുണ്ട്. മഴക്കാലത്തെ സ്കൂളിലേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. മിക്ക ദിവസവും മഴ നനഞ്ഞു തന്നെയാണ് ക്ലാസ്സിൽ എത്തുക. നമ്മിലേക്ക് തന്നെ പരമാവധി ഒതുങ്ങിക്കൂടിയ ദിനങ്ങളായിരുന്നു അന്നൊക്കെ. ഇന്നത്തെ പോലെ സംസാരിക്കാനോ കലാപരമായ കാര്യങ്ങൾ പങ്കുചേരാനോ ഒന്നിനും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഭിന്നശേഷി നമ്മുടെ മനസ്സിനെ പിന്നോട്ട് വലിച്ചിരുന്നു. +1 വേലൂരിലെ ലിസി കോളേജിലാണ് പഠിച്ചിരുന്നത്. തൊട്ടുവീട്ടിലെ ലിനിയും ജൂലിയും ക്ലാസ്സിലേക്ക് പോകാൻ കൂടെയുണ്ടാകും. ചെറിയ ചെറിയ തമാശകൾ പറഞ്ഞും മിഠായിയൊക്കെ പങ്കിട്ടും ആ കാലഘട്ടം സുന്ദരം തന്നെ. പിന്നെ ഹോമിയോ ഫാർമസി പഠിക്കാൻ പോയി. അപ്പോൾ കുറച്ചുകൂടി മറ്റുള്ളവരോട് ഇടപഴകി സംസാരിക്കാൻ പഠിച്ചു. കൂടെ പഠിച്ചവരോട് ഇന്നും നല്ല സൗഹൃദം തുടരുന്നു. ചെറുതാണെങ്കിലും എൻ്റെ സ്കൂൾ ഓർമ്മയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതിന് വളരെ നന്ദി. ഇന്ന് ഞാൻ ഒരുപാട് മാറിയിരിക്കുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുവാനും കലാപരമായ പരിപാടികൾ പങ്കെടുക്കാനും ഇന്ന് എനിക്ക് ധൈര്യമുണ്ട്. എൻ്റെ വൈകല്യങ്ങളൊന്നും ഇന്നെനിക്ക് തടസ്സമല്ല. സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോയ ദർശന സ്നേഹസംഘം ഗ്രൂപ്പിന് ഹൃദയം നിറഞ്ഞ നന്ദി.